നിരവധി യാത്രക്കാർ ആശ്രയിച്ചിരുന്ന കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് എയർ ഇന്ത്യ നിർത്തലാക്കിയതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് തന്നെ നേരിട്ടിറങ്ങുകയാണ്. ലണ്ടനിലെ ഗാട്ട്വിക്കിനും കൊച്ചിക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് എയർവേസുമായും മറ്റു പല യൂറോപ്യൻ വിമാന കമ്പനികളുമായും ചർച്ച നടത്താൻ മുൻകൈ എടുത്തിരിക്കുകയാണ് സിയാൽ അധികൃതർ. എയർലൈൻ പങ്കാളികളെ ആകർഷിക്കുന്നതിനായി നിരവധി ആകർഷകമായ ഓഫറുകളും സിയാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2025 മാർച്ച് 30 മുതൽ ഗാട്ട്വിക്കിനും കൊച്ചിക്കും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദാക്കുമെന്ന എയർ ഇന്ത്യയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ നടപടികൾ ആരംഭിച്ചത്. നിരവധി ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും ബ്രിട്ടനിലുള്ള മലയാളികളെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു എയർ ഇന്ത്യയുടെ തീരുമാനം. നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദാക്കി. ഡൽഹി വഴിയോ മുംബൈ വഴിയോ വിമാനം തിരിച്ചുവിടുമ്പോൾ യാത്രാ ദൈർഘ്യവും സമയം വർദ്ധിക്കും എന്നതാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല, യാത്രക്കിടയ്ക്കുള്ള കാത്തിരിപ്പ് സമയവും വർദ്ധിക്കും. അതേസമയം ചില മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കായി ഈ സർവീസ് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഈ റൂട്ട് ലാഭമുണ്ടാക്കുന്ന റൂട്ടാണെങ്കിലും പകരം സംവിധാനം ഒരുക്കാൻ വിമാനമില്ല എന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. കൂടുതൽ ലാഭം നൽകുന്ന മറ്റു റൂട്ടുകളിൽ നിന്നും വിമാനം പിൻവലിച്ച് ഈ റൂട്ടിൽ സർവീസ് നടത്താൻ കമ്പനി തയ്യാറല്ല. നിലവിൽ എയർ ഇന്ത്യ മാത്രമാണ് ഇരു നഗരങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള സർവീസ് നടത്തുന്നത്.